ആ ഉമ്മയുടെ കണ്ണീരിന് 20 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. ആ ഉമ്മയുടെ കണ്ണീർ എന്നും നമുക്കും ഒരു വേദനയായിരുന്നു അല്ലേ? ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സ്മരണകൾ പുതുക്കി ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് പെരുന്നാൾ സമ്മാനമായി ആ മകൻ എത്തുകയാണ്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം കരിപ്പൂരിൽ വിമാനമിറങ്ങും. നേരെ വീട്ടിലേക്കായിരിക്കും എത്തുക. മകനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ മനോഹരമായ കാഴ്ചയും അതുതന്നെയായിരിക്കും. വിമാനത്തിലിരിക്കുന്ന റഹീമിൻ്റെ ഫോട്ടോകൾ വന്നിട്ടുണ്ട്. വളരെ സന്തോഷവാനായി റഹീമിനെ കാണുന്നു. VS രഞ്ജിത്തും ശരത് എസും നമുക്കൊപ്പമുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ വിശദമായിട്ട് വരാം. ആദ്യം ഒന്ന് VS രഞ്ജിത്തിലേക്ക് പോകുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ശരത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ബക്രീദ് ആശംസകൾ. ഇന്നിപ്പോൾ വലിയ പെരുന്നാൾ ദിനത്തിൽ ആ ഉമ്മയുടെ കണ്ണീരിനു കൂടി മോചനമാവുകയാണ്. കണ്ണീരിലും ഒരു ചെറിയ പുഞ്ചിരി ഇന്നുണ്ടാവും. 20 വർഷത്തെ കാത്തിരിപ്പാണ് ആ ഉമ്മയുടെ. എപ്പോഴാണ് വിമാനം ലാൻഡ് ചെയ്യുക VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ആ കാത്തിരിപ്പാണ്. ഇപ്പോൾ 7:35 ഇവിടെ വിമാനം ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7:35 കൂടി ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഇന്റർനാഷണൽ അറൈവലിന്റെ കവാടത്തിലാണ്. ഇവിടെ 7:35 കൂടി സിദ്ദിഖ് തൂബൂരിനോടൊപ്പം, സിദ്ദിഖ് തൂബൂരിന്റെ കുടുംബമാണ് ഇപ്പോൾ കൂടെയുള്ളത്. സിദ്ദിഖ് തൂബൂരിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഇവിടെ വന്നിറങ്ങും, ഇവിടേക്ക് പ്രവേശിക്കും. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം 20 വർഷം, അത്യന്തം നാടകീയമായ 20 വർഷമാണ് കടന്നുപോയത്. 2006 ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ച മരണത്തിന്റെ, കൊലപാതകത്തിന്റെയൊക്കെ പേരിൽ റഹീം ജയിലിലാവുന്നത്. അതിനുശേഷം 2011 വധശിക്ഷ വിധിക്കപ്പെടുന്നു. ശേഷം വധശിക്ഷ റദ്ദ് ചെയ്ത് അത് ജീവപര്യന്തമാക്കുന്നു. പിന്നീട് വീണ്ടും വധശിക്ഷ വിധിക്കപ്പെടുന്നു. റഹീമിന്റെ അനസിന്റെ കുടുംബവുമായി റഹീം മോചന സമിതി നിരന്തരം സംസാരിക്കുന്നു. അതിനിടയിൽ അങ്ങനെ ഒത്തുതീർപ്പിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന അനസിന്റെ പിതാവ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. എല്ലാ ചർച്ചകളും വഴിമുട്ടുന്നു. ഏറ്റവും ഒടുവിൽ പിന്നീട് നമ്മൾ എത്ര പേര് ഇടപെട്ടു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ PK കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം ഇവിടുത്തെ യൂസഫ് അലിയെ പോലുള്ള പ്രമുഖ വ്യാപാരികൾ, കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹവും ഒക്കെ ഇടപെട്ട് നിരന്തരമായി പിടിവിടാതെ, അത് ഓരോ ഘട്ടത്തിലും ആ കുടുംബം സംസാരിക്കാൻ പോലും തയ്യാറാവാത്തൊരു ഘട്ടമുണ്ടായിരുന്നു. മനസ്സിന്റെ കുടുംബം, ഉമ്മയും സഹോദരങ്ങളും ഒരു തരത്തിലും ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാവാത്ത ദിനങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ റഹീമിന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം കേരളത്തിലെ പൊതുമനസ്സ് നിന്നു. അതോടൊപ്പം ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ, സൗദിയിലുള്ള KMCC പോലുള്ള വലിയ സംഘടനകൾ, അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ റഹീമിന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം, ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നിന്നു.